ഹലോ ഗൈസ്, അപ്പോൾ ഞാനൊരു ചിക്കൻ ചില്ലിയാക്കാൻ ഓർഡർ പോകുന്നു. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ചില്ലി എങ്ങനെ ആക്കുന്നതെന്ന്, എൻ്റെ ചില്ലി എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം നിങ്ങൾ പറയണം. ഞാൻ ആക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചില്ലി ആക്കുന്നതിലേക്ക് പോകാം. ചിക്കൻ ഇത് ലേശം മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നാരങ്ങ പിഴിഞ്ഞിട്ട് ഉപ്പും കൂട്ടിയിട്ട് നല്ലോണം പെരട്ടി വെച്ചതാണ്. ഇതിപ്പോൾ ഞാൻ പൊരിച്ചെടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് അത് പൊരിക്കുന്നതിനോടൊപ്പം ഇതാ ഒരാളിവിടെ ടൊമാറ്റോക്ക് ഇതെന്ത് ഇങ്ങനെയാണ്. മിഞ്ഞാന്ന് പാട്ടിൽ മുടിയുണ്ടായിന്, ഇപ്പം എങ്ങനെ ഇങ്ങനെയെന്ന് ചോദിക്കണ്ട. മിഞ്ഞാന്ന് ഇതിന് മുടി മുറിച്ചിട്ട് ഇന്നലെ വരുമ്പോൾ കുറച്ച് മുടിയുണ്ട്. അപ്പം ഞാനൊന്ന് ലെവലാക്കാൻ പോയി. ലെവലാക്കി എൻ്റെ ലെവൽ ഇങ്ങനെയായി. ഇതാണ് ഇവൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. കാണുന്ന മുട്ട കഴിഞ്ഞിട്ട് ഓണത്തിനല്ല ചില്ലാക്കുന്നത്. ഞാൻ ഓണം കഴിഞ്ഞിട്ട് ചില്ലിയാക്കും. സോയാ സോസ് എടുക്കാൻ പോയ പഞ്ചസാര മറിച്ച് എൻ്റെ അച്ഛനെ വിളിക്കും മറ്റാൾ വന്നിട്ട്. ഇതിൻ്റെ തന്ത സംഭവിച്ചുകൊണ്ടെന്നും അതാണ് അവസ്ഥ. എന്താ ഇത്തിരി ഇല്ല അടുക്കളയിൽ നിന്ന് ഇതൊക്കെ പഞ്ചസാര ഒരു 1/4 kg പഞ്ചസാര നഷ്ടം. ഒരു സോസ് എടുക്കാൻ പോയത് ഇത്ര പഞ്ചസാരയും പോയി. ഇത് സോസാക്കുമ്പോൾ ഇപ്പോൾ അല്ല ചില്ലി ചിക്കൻ പൊരിയുമ്പോൾ സോസെല്ലാം കഴിയുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് അതിനെല്ലാം ഗ്രേവി ആക്കാം അല്ലേ. കണ്ടോ സവാള ഞാൻ ഇങ്ങനെ നമ്മളെ ഷെഫുമാരെയും പോലെ റെഡിയാക്കിനെ. നമുക്കിതൊന്ന് ഗ്രേവി കൂടാക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ എടുക്കാം. അതിൻ്റെ കൂടെ ഇതും കൂടെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലേ, സവാള ഒരു പച്ചമുളകും കൂടെ ഇങ്ങനെ വഴറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വലിയ വീഡിയോ ആക്കിയിട്ട് ആരും നോക്കണം. ആരെങ്കിലും നോക്കിയിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഏറ്റവും ഒരു 100 രൂപ നീല പൈസ എന്ന് വരും. ഞങ്ങൾ മോൻ ദിവസ കളക്ഷനുണ്ട് 100 രൂപ. അതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങളൊന്ന് ചില്ലിയാക്കി നോക്കാൻ വിചാരിച്ചു. നമ്മൾ ഇതെല്ലാം ഒന്ന് വാടി വരട്ടെ. കുറച്ച് ഉപ്പിടല്ലേ, ഉപ്പൊക്കെ വേഗം വാടുന്നത് പറഞ്ഞു. അപ്പോൾ ലേശം ഉപ്പ് കൂടാതിലേക്ക് അത് നിങ്ങൾ വിചാരിക്കേണ്ട ഇവളെന്താ ഇംഗ്ലീഷും മലയാളം പറഞ്ഞു. ഞാൻ വെറുതെ നമ്മളൊരു തമാശക്ക് പറയുന്നതാട്ടോ. എല്ലായിടത്തും ചോറ് കഴിക്കുമ്പോൾ നമ്മൾ ഇവിടെ ചില്ലിയാക്കും. പെട്ടെന്ന് തോന്നിയ പുതിയാണ് ചില്ലി. അധികം ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് ആക്കി നോക്കാം ചില്ലി എന്ന് മക്കൾ എന്നാ റെഡിന്ന്. ഞാൻ ചില്ലി കഴിക്കുമ്പോൾ എന്താവോ എന്തോ. നമുക്കിത് വേഗം ഒന്നും ആവുന്നില്ല. വേഗം നിങ്ങൾ പെട്ടെന്ന് കാണിക്കുന്നില്ലേ. ഈ ഗ്യാസിൽ കത്തി ആക്കിയിട്ട് കുറച്ച് സാവധാനം വേണം. ഇന്ന് സ്കൂളിലായതുകൊണ്ട് എല്ലാവരും 9 മണിക്ക് വന്നിട്ട്. അപ്പോൾ പിന്നെ 9 മണി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ കൂടെ ചേർത്തു. ഒരു ചില്ലി ആക്കുന്നിടത്ത് എത്ര ആളുണ്ട് നോക്കുന്നത്. സോസിന് ശേഷത്തിലാണ് നല്ല ആപ്പോസ്
ഉള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. അതിൽ പാവൻ്റെ കൈ പൊള്ളി 4 ഭാഗത്ത് ആളിലോട്ട് കൈവെക്കാൻ വരെ ഇടൂല. ലേശം നമ്മുടെ കുരുമുളക് പൊടി ഇതിലേക്ക് ഞാൻ പീസൊക്കെ ഒന്ന് വാങ്ങിയെടുത്ത് അടുത്തിടാണ്ട് വേറെടുത്ത് ഇതെല്ലാം ആവണം കുറേ പണിയുണ്ട്. വാങ്ങി വെക്കുന്നതാണ് കുറേ എടുത്തിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് ചില്ലി പല്ലി ആവോന്നറിയില്ല. എൻ്റെ ക്യാമറ അങ്ങനെ അസിസ്റ്റൻ്റ് അങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് വാങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടിന്. അത് നിങ്ങളുടെ ചില്ലി എങ്ങനെ അറിയാം. ഇത് എൻ്റെ ഒരു ചില്ലി. നിങ്ങൾക്ക് അഭിപ്രായം പറയാം, കമൻ്റായിട്ട് അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായം. ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ അതിൽ പരക്കുകയും ചെയ്തിന്. കഷ്ണത്തിലൊക്കെ ഇങ്ങനെ ഇട്ടതല്ലോ. പിന്നെ എന്ത് ചെയ്യാം, ആകുമ്പോൾ ഇഞ്ചിയൊക്കെ ചതച്ചല്ലോ ആ വെള്ളം കൂടെ അങ്ങോട്ടേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ലെമൺ അതിലേക്ക് പിഴിഞ്ഞില്ല. അപ്പം നമ്മൾ ഞാൻ മുട്ടിക്കണം. അങ്ങനെ ഇതിങ്ങനെ ആയി വരുന്നുണ്ട്. ഇതെല്ലാം ഉപ്പിട്ടത്. അപ്പം നമുക്ക് ലേശം ഉപ്പിടാം. എല്ലാം കൂടി ഉപ്പ് അധികമാവോന്നറിയില്ല. ഉപ്പ് അങ്ങോട്ട് ഇട്ട് സോയാ സോസ് ഒഴിച്ച സോയാ സോസ് അങ്ങോട്ട് ഒഴിച്ച് ഇന്ന് നമ്മളെ ടൊമാറ്റോ സോസ് കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇത് ടൊമാറ്റോ സോസ് നമ്മുടെ ടൊമാറ്റോ സോയ ഇതെല്ലാം കൂടി അതിലില്ല മല്ലിച്ചപ്പിട്ട് മല്ലിച്ചപ്പും കൂടെ ഇട്ട് നല്ലോണം മിക്സാക്കാം. ചപ്പും കൂടി ഇട്ടിട്ട് മിക്സാക്കി നല്ലോണം. ഗ്രേവി റെഡി ഗൈസ്. അപ്പം നമ്മളിന് പൊരിച്ച ചിക്കൻ അങ്ങോട്ട് ഇടണം. അതിന് പൊരിയുന്നത്ര ചിക്കൻ ഇപ്പം എല്ലാം തിന്നു. പിന്നെ അടുത്ത പൊരിയിട്ട് ഒട്ടിച്ചിലിടാം. ഈ ചിക്കൻ പൊരിയിട്ട് വേണമെങ്കിൽ ചെന്നാ ഗ്രേവിയിലേക്ക് ഇടാം. ഒരു പ്രാവശ്യം ഞാൻ കോരിയതെല്ലാം എല്ലാവരും തട്ടി. കണ്ടൻ പൂച്ചയും കണ്ടനല്ലാത്ത പൂച്ചയെല്ലാം കൊണ്ടുപോയി. അപ്പം നമ്മളെ ഗ്രേവിയിലേക്ക് അത് ആയിട്ട് തട്ടാം. നല്ല കുറച്ച് മുരുമുരുന്ന് ഇരിക്കട്ടെ കഴിഞ്ഞ് നമ്മൾ ചില്ലിക്ക് ഒരു കൂട്ട് വേണ്ട. ഇപ്പം എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ചില്ലി? സാധനം സൂപ്പറാണ്, അടിപൊളി. എൻ്റെ മോൻ പറയും കേട്ടോ സൂപ്പറൊന്നും. കണ്ടോ? സൂപ്പറാ. ഇങ്ങനാക്ക് ഇങ്ങനാക്ക്. അത് ക്യാമറയിൽ കാണാം. ഇങ്ങനാക്ക്. ഞാൻ പറഞ്ഞിട്ടാക്കിയെന്ന് വിചാരിക്കരുത്. അത് അങ്ങനത്തെ സൈസാ.
അതൊരു വെറൈറ്റിയാ. നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ലേശം നാരങ്ങ നീരും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതിനൊരു എന്താ പറയുക, ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ഉണ്ടാവും. ഗ്യാസ് അവനെന്നെ സ്വീപ്പാക്കുന്ന പേര്. ഇതിലൊരു നാരങ്ങൻ്റെ കുരു പോയിട്ടുണ്ട്. ഇത് കിട്ടിയാൽ ഇവരുടെ തണ്ടൊക്കെ കിട്ടിയാൽ പിന്നെ ഞാൻ പണിയറിയാത്ത ഷെഫോ. അതുകൊണ്ട് ഞാൻ ഇതുവരെ മെനക്കെട്ട വെറുതെ ഉള്ളിക്ക് വരെ ഇടാളുണ്ട് കേസ്. എന്നെ ഉള്ളി താ പറഞ്ഞു മറിയത് വാങ്ങിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ആ പീസ് അങ്ങോട്ട് തട്ടിയിട്ട് നമുക്ക് വേറെ പീസും കൂടി ഉണ്ട് ഇടാം. എല്ലാവർക്കും വിശന്നു കഴിച്ചു. അതുകൊണ്ട് വൈകല്ല ഇതെല്ലാം വാങ്ങിയിട്ടെല്ലാം വരുമ്പോൾ അപ്പോൾ ഞാൻ ബാക്കിയുള്ള കഷ്ണം കൂടെ അങ്ങോട്ട് ഇടാം. ഇതെല്ലാം നേരത്തെ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഇവൾ ഇതെല്ലാം കാണിച്ചു തരുന്നു പറഞ്ഞിട്ടുണ്ട്. ഗതികേട് എൻ്റെ മാനെ കളയുന്നുണ്ട്. എൻ്റെ അമ്മ അയ്യോ ഒറ്റ ചിക്കൻ എടുത്തിട്ട് കറിയിലിട്ട് ഇത് നമുക്ക് ഇന്നത്തെ പൂരം എൻ്റെ മോൻ പറഞ്ഞിട്ടോ അവനറിയാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ചില്ലി കണ്ടല്ലേ. ഇതിനൊരു കോംബോ വേണ്ടേ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് ചോറും കൂടെ കാണിച്ചു തരാം. ഇത് നമ്മളെ ചില്ലി ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റായിട്ട് എന്താ അഭിപ്രായം വേണമെങ്കിൽ ചോദിക്കുക. നമ്മളിപ്പോഴത്തെ പാവപ്പെട്ടവർക്ക് ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് ആവും. അതിന് കോംബോ വേണ്ടേ. അതിന് ഞാൻ കുറച്ച് ചോറും കൂടെ ഉണ്ടാക്കി. അപ്പോൾ നെയ്ച്ചോറുമല്ല ബിരിയാണിയുമല്ല. ഇത് ഗൈസ് അപ്പം നമ്മളെ ചില്ലി കോംബോ